ലൈംഗികാതിക്രമ കേസുകളിൽ ജഡ്ജിമാർക്ക് കർശന മാർഗനിർദ്ദേശവുമായി ദേശീയ ജുഡീഷ്യൽ അക്കാദമി. വ്യക്തിപരമായ ധാർമ്മികതയും മുൻവിധികളും പാടില്ലെന്ന് സുപ്രീം കോടതി സമിതി. ഇരകളുടെ സ്വഭാവത്തിനും പെരുമാറ്റത്തിനും ഊന്നിയുള്ള പഴയകാല ധാർമ്മിക കാഴ്ചപ്പാടുകൾ വിധിന്യായങ്ങളിൽ ഉണ്ടാകരുത്. ഇരകളുടെ ആത്മാഭിമാനത്തിനും സ്വയംഭരണത്തിനും മുൻഗണന നൽകണമെന്ന് സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. ലൈംഗികാതിക്രമ കേസുകളിലെ വിധിന്യായങ്ങളും കോടതി നടപടികളും വൻ മാറ്റങ്ങൾക്ക് കളമൊരുക്കിക്കൊണ്ട് ദേശീയ ജുഡീഷ്യൽ അക്കാദമിയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. വിധിന്യായങ്ങളിലെ നിഗമനങ്ങൾ കേവലം ധാർമ്മിക കാഴ്ചപ്പാടുകളെയോ വ്യക്തിപരമായ മുൻവിധികളുടെയോ അടിസ്ഥാനത്തിലാകരുത്, മറിച്ച് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നാണ് ഈ പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ പ്രധാനമായും പറയുന്നത്. കഴിഞ്ഞ വർഷം ഉത്തർപ്രദേശിലെ അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ഒരു വിവാദത്തെ തുടർന്നാണ് സുപ്രീം കോടതി ഇത്തരം ഒരു സുപ്രധാന നീക്കത്തിന് തുടക്കമിട്ടത്. മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് അനിരുദ്ധ ബോസിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയാണ് ഈ സമഗ്രമായ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ലൈംഗികാതിക്രമ കേസുകളിൽ വിധി തയ്യാറാക്കുന്ന ജഡ്ജിമാർക്കായി ദേശീയ ജുഡീഷ്യൽ അക്കാദമി സമർപ്പിച്ച മാർഗനിർദ്ദേശങ്ങൾ ഇന്ത്യൻ ജുഡീഷ്യൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ചുവടുവെപ്പുകളിലൊന്നായി വിലയിരുത്തപ്പെടുന്നു. ഇരകളുടെ മാനസികാഘാതം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഭാഷയായിരിക്കണം ജഡ്ജിമാർ വിധിന്യായങ്ങളിൽ ഉപയോഗിക്കേണ്ടത്. കൂടാതെ ഇരകളുടെ പെരുമാറ്റം ഇങ്ങനെയായിരിക്കണം എന്ന തരത്തിലുള്ള യാതൊരുവിധ മുൻവിധികളും പുരുഷാധിപത്യ ചിന്താഗതികളുടെ പ്രതിഫലനങ്ങളും വിധിന്യായങ്ങളിലെ ഭാഷ തികച്ചും മാന്യവും ലിംഗസമത്വവുമായിരിക്കണം. നിയമത്തിലെ നിർവചനങ്ങളും പദങ്ങളും ഉപയോഗിക്കുമ്പോൾ ജഡ്ജിമാർ അങ്ങേയറ്റം ജാഗ്രത പാലിക്കണം. പഴയകാല ധാർമ്മികതയും സദാചാര ബോധവും ഇന്നത്തെ കാലത്തെ വിധിന്യായങ്ങളിൽ പ്രതിഫലിക്കാൻ പാടില്ല. വ്യക്തിയുടെ ആത്മാഭിമാനത്തിനും അവരുടെ സ്വയംഭരണ അവകാശത്തിനും കോടതികൾ മുൻഗണന നൽകണമെന്നാണ് സമിതിയുടെ പ്രധാന ശുപാർശ. കേസ് വിചാരണ വേളയിലും ക്രോസ് വിസ്താര വേളയിലും ഇരകൾക്ക് കനത്ത സുരക്ഷയും സംരക്ഷണവുമാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഉറപ്പു നൽകിയിരിക്കുന്നത്. ക്രോസ് വിസ്താരത്തിനിടയിൽ ഇരകളുടെ വ്യക്തിപരമായ ലൈംഗിക ചരിത്രം ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്രസക്തമായതും അപമാനകരവുമായ ചോദ്യങ്ങളിൽ നിന്ന് ഇരകളെ കോടതി കർശനമായി സംരക്ഷിക്കണം. ലൈംഗികാതിക്രമ കേസുകളിലെ വിചാരണ തികച്ചും രഹസ്യമായി അടച്ചിട്ട കോടതി മുറിയിൽ മാത്രമേ നടക്കാവൂ. ഇരകൾക്ക് യാതൊരുവിധ ഭയവുമില്ലാതെ മാനസിക സമ്മർദ്ദങ്ങളില്ലാതെ കോടതിയിൽ മൊഴി നൽകുവാൻ ആധുനിക ഓൺലൈൻ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇര 18 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ നിയമപരമായി അവരെ കുട്ടി എന്ന് തന്നെ വിശേഷിപ്പിക്കുകയും കുട്ടികൾക്ക് നിയമം നൽകുന്ന എല്ലാവിധ പ്രത്യേക സംരക്ഷണങ്ങളും ഉറപ്പുവരുത്തുകയും വേണം. കുട്ടികൾ ഉൾപ്പെടുന്ന കേസുകളിൽ അനാവശ്യമായ സന്മാർഗ ഉപദേശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. വിധിന്യായങ്ങളിൽ ഇരയെന്നോ അതിജീവിത എന്നോ ഉപയോഗിക്കാവുന്നതാണ്. പരാതിക്കാരും സാക്ഷികളും ദിവസങ്ങളോളം കോടതി വരാന്തയിൽ കാത്തു നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കണം. ഇരകൾക്ക് ആവശ്യമായ നിയമസഹായവും സർക്കാരിന്റെ സാമ്പത്തിക സഹായവും കൃത്യമായി ഉറപ്പാക്കാൻ കോടതി ശ്രദ്ധിക്കണം. കഴിഞ്ഞ വർഷമാണ് ഉത്തർപ്രദേശിലെ അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് വലിയ തോതിൽ വിമർശനങ്ങൾക്കിടയാക്കിയ ഒരു വിവാദ വിധിന്യായം പുറത്തു വന്നത്. ഇത് രാജ്യത്തിനുടനീളം വലിയ ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജുഡീഷ്യൽ നടപടികളിൽ സംവേദനക്ഷമതയും കാരുണ്യവും വളർത്തിയെടുക്കുന്നതിനായി കർശന മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് അനിരുദ്ധ ബോസിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിക്ക് ചുമതല നൽകിയത്. ഈ സമിതി സമർപ്പിച്ച സമഗ്രമായ റിപ്പോർട്ടും അതിലെ പ്രധാന വിവരങ്ങളുമാണ് ഇപ്പോൾ സുപ്രീം കോടതി ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത്. ലൈംഗികാതിക്രമ കേസുകളെ നേരിടുന്നതിൽ ജഡ്ജിമാരുടെയും മൊത്തത്തിലുള്ള ജുഡീഷ്യൽ സംവിധാനത്തിന്റെയും കാഴ്ചപ്പാടുകളിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ ഈ മാർഗനിർദ്ദേശങ്ങൾക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കോടതി മുറികളിൽ സ്ത്രീകളോടും കുട്ടികളോടും ദുർബല വിഭാഗങ്ങളോടും നീതിപൂർവവും മനുഷ്യത്വപരവുമായ സമീപനം ഉറപ്പാക്കുന്നതിൽ ഈ മാർഗനിർദ്ദേശങ്ങൾ ഒരു പുതിയ അധ്യായം തുറക്കുമെന്നാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം. ഇരകളെ കുറ്റപ്പെടുത്തുന്ന രീതികൾക്കും മുൻവിധിയോടെയുള്ള വിധി പ്രസ്താവനകൾക്കും ഇതിലൂടെ അറുതി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പലപ്പോഴും ലൈംഗികാതിക്രമ കേസുകളിലെ വിധിന്യായങ്ങളിൽ കോടതികളുടെ ഭാഗത്തു നിന്നും വ്യക്തിപരമായ സദാചാര ബോധങ്ങളും പുരുഷാധിപത്യ ചിന്താഗതികളും കടന്നു പോകാറുണ്ട് എന്നത് ഗൗരവമേറിയ ഒരു യാഥാർത്ഥ്യമാണ്. ഇരയുടെ പെരുമാറ്റം ഇങ്ങനെയായിരിക്കണമെന്ന മുൻവിധിയോടെയുള്ള സമീപനങ്ങൾ ഇരകൾക്ക് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഈ സാഹചര്യത്തിൽ തെളിവുകൾക്ക് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ടും ഇരകളുടെ ആത്മാഭിമാനവും മാനസികാഘാതവും തിരിച്ചറിഞ്ഞുകൊണ്ടും വിധിന്യായങ്ങൾ തയ്യാറാക്കണമെന്ന് ദേശീയ ജുഡീഷ്യൽ അക്കാദമിയുടെ നിർദ്ദേശം അതിപ്രസക്തമാണ്. കോടതി മുറികൾ ഇരകളെ വീണ്ടും മാനസികമായി തളർത്തുന്ന ഇടങ്ങളാകരുത് എന്ന സന്ദേശമാണ് സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ ഈ റിപ്പോർട്ട് നൽകുന്നത്. ഇത് നിയമവ്യവസ്ഥയിലൂടെ ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും ഭാവിയിൽ ഇത്തരം കേസുകളിൽ കൂടുതൽ നീതിപൂർവമായ വിധികൾ ഉണ്ടാകാൻ ഇത് സഹായിക്കുമെന്നും നിസ്സംശയം പറയാം.